ശബരിമല സ്ത്രീ പ്രവേശനത്തിന് പിന്നാലെ സ്വർണ്ണക്കൊള്ളയും രാഷ്ട്രീയ വിഷയമാകുകയാണ്. അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ഹർജികൾ ഹൈക്കോടതിക്ക് മുന്നിലുണ്ട്. അന്വേഷണം ഏറ്റെടുക്കാൻ CBI തയ്യാറാണെന്ന് അറിയിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ CBIയുടെ പ്രസക്തി എന്ത്? കോഡ് പരിശോധിക്കുന്നു. ക്ഷേത്ര കലാസൃഷ്ടികളും പുരാവസ്തുക്കളും മോഷ്ടിച്ച് രാജ്യാന്തര വിപണിയിൽ എത്തിച്ച് സഹസ്ര കോടികളുടെ ഇടപാട് നടത്തുന്ന സുഭാഷ് കപൂർ എന്ന രാജ്യാന്തര കുറ്റവാളിയുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ജയിലിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുകളിലൊന്നിൽ ഈ കുറ്റവാളിയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി സുഭാഷ് കപൂറിന്റെ മാതൃകയിലാണെന്ന് കോടതി തന്നെ വിലയിരുത്തി. പിന്നാലെ വിദേശ ഗൂഢാലോചനയുടെ ചില വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് CBI എത്തുമോ എന്ന ചോദ്യമുയരുന്നത്. സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം SIT ഏറ്റെടുത്തിട്ട് 2 മാസം പൂർത്തിയായി. 20 ദിവസം ദേവസ്വം വിജിലൻസും അന്വേഷിച്ചിരുന്നു. ദേവസ്വം ബെഞ്ചിന്റെ കർശന നിരീക്ഷണമുള്ളതിനാൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. അന്വേഷണം പൂർത്തിയാക്കാൻ കോടതി നൽകിയ സമയപരിധി ഇനി 4 ആഴ്ച മാത്രം. സ്വർണ്ണക്കൊള്ളയിലെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ വ്യക്തമായി കഴിഞ്ഞു. രാജ്യാന്തര ബന്ധങ്ങളെക്കുറിച്ച് സംശയങ്ങളുണ്ട്. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രംഗത്തുണ്ട്. ഈ സാഹചര്യത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഹർജിയുമായി എത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തത് CBIക്ക് അന്വേഷണം നടത്താൻ എളുപ്പമായി. ബാംഗ്ലൂരു കേന്ദ്രമാക്കിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തനമെന്ന് വ്യക്തമായതിനാൽ കേരളത്തിന് പുറത്ത് SITക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ട്. രേഖകൾ കണ്ടെടുക്കുന്നതടക്കം സംസ്ഥാന പോലീസിന് പരിമിതികളുണ്ടാകും. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIയുടെ ഇടപെടൽ പ്രസക്തമാകുന്നത്. ശബരിമല കേസിലെ രാജ്യാന്തര ബന്ധം സംബന്ധിച്ച് ദുബായിൽ നിന്നും മറ്റും ചില വിവരങ്ങൾ ലഭിച്ചതായി മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. ആരാധനാലയങ്ങളിൽ നിന്നും മ്യൂസിയങ്ങളിൽ നിന്നും കവരുന്ന പുരാവസ്തുക്കൾ കൃത്രിമ രേഖ ചമച്ച് രാജ്യാന്തര വിപണിയിൽ വിൽപ്പന നടത്തുന്നവരുണ്ട്. ഇവരെ പിടികൂടാൻ CBI തന്നെ വേണം എന്നാണ് ആവശ്യം.